ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് ജനുവരി 27 അന്തിമ രൂപമായേക്കും. വ്യാപാര ധാരണകളുടെ മാതാവെന്നറിയപ്പെടുന്ന ഈ കരാറിലൂടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനിലെ 27 അംഗ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരം കുത്തനെ വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അവസാനഘട്ട ചർച്ചകൾക്കായി യൂറോപ്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് കാജ കള്ളാസ് ഇന്നലെ ഇന്ത്യയിലെത്തി. രാജ്യത്തെ ടെക്സ്റ്റൈൽസ്, ലെതർ, ഫാർമസ്യൂട്ടിക്കൽ, സ്റ്റീൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ മെഷീനറി നിർമ്മാതാക്കൾക്ക് യൂറോപ്യൻ വിപണിയിൽ വിപുലമായ സാധ്യതകൾ കരാർ തുറന്നിടുമെന്നാണ് വിലയിരുത്തുന്നത്. യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $7,600 കോടി, യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതി $6,100 കോടി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒപ്പുവെക്കുന്ന ഈ കരാർ എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏകദേശം 200 കോടി ജനങ്ങളെ ഈ കരാർ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇതിന്റെ വലിപ്പം ഉയർത്തുന്നത്. ലോക GDPയുടെ കാൽഭാഗത്തോളം വരുന്ന വിപണിയെ ഈ കരാർ ഒന്നിപ്പിക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ലെയൻ ആണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവെന്ന് വിശേഷിപ്പിച്ചത്. അമേരിക്ക ആഗോളതലത്തിൽ നടത്തിവരുന്ന താരിഫ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകമെങ്ങും സംഭവിക്കുന്ന വ്യാപാര നയങ്ങളിലെ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കരാർ. ഇത് ലോകത്തിലെ വിതരണ ശൃംഖലകളെയും ആഗോള വാണിജ്യത്തെയും പുനർനിർമ്മിക്കാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ പാർലമെന്റ് ഒപ്പുവെച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് 1 വർഷമെടുക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ഈ കരാറിന് ഉഭയകക്ഷി വ്യാപാരം വികസിപ്പിക്കാനും ഓഗസ്റ്റ് അവസാനം മുതൽ 50% US താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ ഇന്ത്യൻ കയറ്റുമതി ഉയർത്താനും കഴിയും. ആഗോള വിപണിയിലെ പ്രവേശനം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ 4 വർഷത്തിനുള്ളിലെ 9ാമത്തെ കരാറായിരിക്കും ഇത്. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ വിതരണ ശൃംഖലയിലെ വൈവിധ്യവൽക്കരണത്തെ പിന്തുണയ്ക്കുകയും ഇക്കാര്യത്തിൽ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. അതേസമയം ഇന്ത്യയുടെ അതിവേഗം വളരുന്ന $4.2 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. 2024-25 മൊത്തം ഉഭയകക്ഷി ചരക്ക് സേവന വ്യാപാരം $190 ബില്യൺ കവിഞ്ഞതോടെ യുഎസിനും ചൈനയ്ക്കുമൊപ്പം ഇന്ത്യയുടെ മുൻനിര വ്യാപാര പങ്കാളികളിലൊന്നാണ് യൂറോപ്യൻ യൂണിയൻ. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഇന്ത്യ ഏകദേശം $76 ബില്യൺ സാധനങ്ങളും $30 ബില്യൺ സേവനങ്ങളും കയറ്റുമതി ചെയ്തു. ഡൽഹി ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്കായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ശരാശരി യൂറോപ്യൻ യൂണിയൻ താരിഫ് ഏകദേശം 3.8%. 2023 യൂറോപ്യൻ യൂണിയൻ വസ്ത്രങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, മിഷനറി എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളിൽ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് പ്രകാരം താരിഫ് ഇളവുകൾ പിൻവലിക്കാൻ തുടങ്ങിയതിനു ശേഷം നഷ്ടമായ മത്സരശേഷി പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ ഉയർന്ന US താരിഫുകളുടെ ആഘാതം നികത്തുകയും ചെയ്യും. ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ കയറ്റുമതി നിരവധി തടസ്സങ്ങൾ നേരിടുകയാണ്. ഓട്ടോമൊബൈലുകൾ, ഓട്ടോ പാർട്സ്, കെമിക്കൽസ്, പ്ലാസ്റ്റിക് എന്നിവയ്ക്ക് തീരുവകൾ കൂടുതലാണ്. ലോകത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 4/1 വിഹിതം കൈയാളുന്ന ഈ കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 200 കോടി ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂറ്റൻ വിപണിയാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ആഗോള വിതരണ ശൃംഖലയെ പുനർനിർമ്മിക്കാനും വ്യാപാര ബന്ധങ്ങളിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും ശേഷിയുള്ളതാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ചരിത്രപരമായ ഉടമ്പടി. കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഉൽപാദന ശൃംഖലയിൽ മുൻനിരയിലെത്താനും ഇന്ത്യക്ക് ഈ കരാർ സഹായകമാകും. ക്ലീൻ എനർജി, ഫാർമസ്യൂട്ടിക്കൽ, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കരാർ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 2007 തന്നെ കരാറിനെ സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയിരുന്നുവെങ്കിലും നടപ്പാക്കുന്നതിൽ തടസ്സം നേരിടുകയായിരുന്നു. നിലവിൽ ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിൽ വഴി നിർണായക സാങ്കേതിക വിദ്യകളിലും വിതരണ ശൃംഖലകളിലും ഇരുഭാഗവും സഹകരണം ഉറപ്പാക്കുന്നുണ്ട്. 2023 ചരക്ക് വ്യാപാരം €124 ബില്യൺ, സേവന വ്യാപാരം €60 ബില്യൺ എത്തി ചരിത്ര നേട്ടം കൈവരിച്ചിരുന്നു. എങ്കിലും കരാർ പൂർത്തിയാക്കാൻ ചില തടസ്സങ്ങൾ ഇനിയും മറികടക്കേണ്ടതുണ്ട്. ഓട്ടോമൊബൈൽ, വൈൻ, സ്പിരിറ്റ് തുടങ്ങിയവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദഗ്ധ തൊഴിലാളികൾക്ക് വിസ നൽകുന്നതിലും യാത്രാ സൗകര്യങ്ങളിലും ഇളവ് വേണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. കൂടാതെ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ, പൊതുസംരംഭണം, നിയന്ത്രണങ്ങളുടെ ഏകീകരണം തുടങ്ങിയ കാര്യങ്ങളിലും ചർച്ചകൾ തുടരുകയാണ്. ഈ കരാറിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ആഴവും വ്യാപ്തിയുമാണ്. വെറും തീരുവ കുറയ്ക്കുന്ന കരാറുകളിൽ നിന്ന് വ്യത്യസ്തമാണിത്. സാധനങ്ങൾ, സേവനങ്ങൾ, നിക്ഷേപം, സാങ്കേതിക വിദ്യ കൈമാറ്റം, പൊതുസംരംഭണം, ഡിജിറ്റൽ വ്യാപാരം, സുസ്ഥിരതാ വ്യവസ്ഥകൾ, നിയന്ത്രണ സഹകരണം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.